പൊന്നാനി നഗരസഭയിലെ ഈശ്വരമംഗലം സെന്റർ നമ്പർ 64 അംഗൻവാടിക്ക് വാടക കെട്ടിടത്തിൽ നിന്ന് മോചനം. സൗജന്യമായി ലഭിച്ച ഭൂമിയിൽ പുതിയ അംഗൻവാടി കെട്ടിടത്തിന് തറക്കല്ലിട്ടു. പതിറ്റാണ്ടുകളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്കാണ് ഒടുവിൽ മോചനമാകുന്നത്. വാക്കുറ്റിയിൽ മോഹനൻ സംഭാവന നൽകിയ 3 സെന്റ് ഭൂമിയിൽ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19 ലക്ഷം രൂപ ചെലവിലാണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുക. അംഗൻവാടി വർക്കറായിരുന്ന പ്രസന്ന ടീച്ചറുടെ നാമധേയത്തിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. പ്രാദേശികമായി തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള, അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള, അവരെല്ലാം തന്നെ സന്തോഷത്തിൻ്റേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടത്താവളമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന അംഗൻവാടികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമാണ് സംസ്ഥാന സർക്കാർ ഊന്നൽ നൽകുന്നത്. ഒരുപക്ഷെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ കീഴിലുണ്ടായിരുന്ന ഈ വനിതാ ശിശുക്ഷേമ വകുപ്പിനെ 2 വകുപ്പായിട്ട് പ്രത്യേകമായിട്ട് സാമൂഹ്യക്ഷേമത്തെ വേറെയും വനിതാ ശിശുക്ഷേമം മറ്റൊരു വകുപ്പുമായിട്ട് ഏറ്റെടുക്കുന്നതിന് കാരണം, അല്ലാതെ വിഭജിക്കുന്നതിന് കാരണം, ഏറ്റവും കൂടുതൽ ഈ സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ ഊന്നൽ നൽകേണ്ടത് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ മുമ്പ് ബാലികാ സദനങ്ങളായി ആരംഭിച്ച അംഗൻവാടി സംവിധാനം കേവലം കുട്ടികളെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ എ അബ്ദുൽ സലാം, KV ബാബു, CV സുധ, ആയിഷ, ഷാലി പ്രദീപ്, ഭൂമി വിട്ടു നൽകിയ മോഹനൻ വാക്കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ E നസീമ സ്വാഗതവും അംഗൻവാടി വർക്കർ റഹ്മത്ത് നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി.